ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോതമംഗലം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നേറുന്ന MLA ഷിബു തെക്കുംപുറത്തിന് നേര്യമംഗലത്ത് പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. നേര്യമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണ ചടങ്ങും. ഒപ്പം പ്രദേശത്തെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. നേര്യമംഗലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുസമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയുടെ ഉന്നത വിജയങ്ങൾ നാടിന്റെ പുരോഗതിക്ക് കരുത്തു പകരുമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം എപ്പോഴും മുന്നോട്ട് വരണമെന്നും MP തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് മണ്ഡലത്തിന്റെ പ്രിയ ജനപ്രതിനിധി ഷിബു തെക്കുംപുറം MLAയെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രത്യേകം ആദരിക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ച പ്രസ്തുത ചടങ്ങിൽ KPCC മെമ്പർ AG ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ KP ബാബു, ബാബു ഏലിയാസ്, ഷമീർ പനക്കൽ, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, MS എൽദോസ്, സൈജൻ ചാക്കോ, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, ജോബി ജേക്കബ്, AC രാജശേഖരൻ, KM അലിയാർ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മേഘ ഷിബു, പ്രിയങ്ക ടോമി, കുൽസു സലീം, ഫ്രാങ്കോ ജെയിംസ്, വിൻസെന്റ് പൊട്ടക്കൽ, ബൈജു മത്തായി, BG സോജി, സിഞ്ചു ബെന്നി, ജോസ് സവിത, ദീപു MV, തങ്കച്ചൻ നെടുനൂറ്റിൽ, PM വിജയൻ, ജിൻസിയ ബിജു, AP സാബു, ഷാജി കൂവക്കാട്ടിൽ, MS റസാഖ്, ഷിജു PN, റഷീദ് പുള്ളിക്കുടി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. ചടങ്ങിൽ PR രവി സ്വാഗതവും നൌഷാദ് ബോബിന നന്ദിയും പ്രകാശിപ്പിച്ചു. വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച നിരവധി വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരുമുൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് ചടങ്ങിൽ ഉടനീളം ദൃശ്യമായത്. പരാജയമുണ്ടായാൽ വിജയത്തിലേക്ക് കുതിച്ചു കയറാനും നമുക്ക് പറ്റണം. നല്ല നല്ല മാതൃകകളെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ ഒറ്റ കളിയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ബ്രസീലും ജപ്പാനും കൂടെ നടന്ന കളി അത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഏറ്റവും അവസാനത്തെ മിനിറ്റിലാണ് ബ്രസീൽ ജയിച്ചത്. അപ്പോൾ അവിടെ ജപ്പാനാണ് എതിരാളികളായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലും ജപ്പാൻ ചെയ്ത ഒരു മാതൃകയുണ്ട്. ജപ്പാൻ അന്ന് ജർമ്മനി എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു ടീമിനെ തോൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജർമ്മനി പരാജയപ്പെട്ടു മടങ്ങിപ്പോയി. അന്ന് ഖത്തറിലായിരുന്നു ലോകകപ്പ്. ഇന്ന് നടക്കുന്നത് US-ലാണ്. പക്ഷേ ഈ രണ്ട് മത്സരങ്ങളിലും അന്ന് ജർമ്മനിയെ തോൽപ്പിച്ച ജപ്പാൻ, ഇന്ന് ബ്രസീലിനോട് 2-1 തോറ്റ ജപ്പാൻ, മത്സരത്തിനു ശേഷം അവർ ആ സ്റ്റേഡിയം മുഴുവൻ വൃത്തിയാക്കി. സ്റ്റേഡിയം വൃത്തിയാക്കുന്നത് എന്തിനാണ്? എന്ത് ആവശ്യമാണ് അവർക്ക് ഇരിക്കുന്നത്? വേറൊരു രാജ്യത്ത് നടക്കുന്ന കളി, വേറൊരു രാജ്യത്ത് നടക്കുന്ന മത്സരം, അവർ വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പോകാം. പക്ഷേ കഴിഞ്ഞ ദിവസം ബ്രസീൽ ആരാധകർ വരെ അവിടെ നിക്ഷേപിച്ചിട്ട് പോയ മാലിന്യങ്ങൾ, ഇനി അതല്ലെങ്കിൽ അവർ അവിടെ ഉപേക്ഷിച്ചു പോയ കുപ്പികൾ, ഇതെല്ലാം പെറുക്കിയെടുത്ത് അവരുടെ ടീം പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ടിടത്ത് വെച്ച് ഒന്നും നടക്കുന്നില്ല. ഹിരോഷിമ നാഗസാക്കി ആക്രമണം എന്ന് പറയുന്ന ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാദുരന്തമുണ്ടായ ഒരവസ്ഥയിൽ നിന്നും ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇതിഹാസ തുല്യമാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തിൽ. അപ്പോൾ ആ ഒരു നിലയിൽ ജപ്പാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യമുള്ള രാജ്യമായി 5 തലമുറ തന്നെ ഇവിടെ വിജയിച്ച നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൃഢനിശ്ചയത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. സമ്മേളനം ഉദ്ഘാടനം അറിയിക്കുന്നു. ജയ് ഹിന്ദ്.